മെയ് മാസം. ആദ്യ 10 ദിവസം പൊള്ളുന്ന ചൂട്, പിന്നെ 12 ദിവസം നേരിയ മഴ, ഒപ്പം ചൂടും. കേരളം വെന്തുരുകിയ സമയം. പിന്നീട് നല്ല മഴ, പിന്നാലെ പെരുമഴയും. കൊടും ചൂടിൽ നിന്ന് കടുത്ത മഴയിലേക്ക് വെറും 2 ആഴ്ച കൊണ്ടാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ മാറിമറിഞ്ഞത്. തകിടം മറിയുന്ന കാലാവസ്ഥയുടെ പാഠപുസ്തകമായി മാറുകയാണ് ഈ മെയ് മാസം. ഭൂമിയും ആകാശവും കടലും വരെ കത്തി നിൽക്കുന്ന വേനലായിരുന്നു ജനുവരിക്ക് ശേഷം മെയ് ആദ്യ ആഴ്ച വരെ. പൊള്ളുന്ന ചൂട് എന്ന് പറഞ്ഞാൽ മതിയാകില്ല. സൂര്യതപമേറ്റ് മരണങ്ങൾ വരെ സംഭവിച്ചു തുടങ്ങി. പാടങ്ങളും കുളങ്ങളും വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പിന്നീട് അക്ഷരാർത്ഥത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവരുടെ നാടായി മാറി കേരളം. ഉറങ്ങണമെങ്കിൽ AC വേണമെന്നായി. വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നു. അങ്ങനെ വെന്തുരുകിക്കൊണ്ടിരുന്ന കേരളത്തിലേക്ക് പെട്ടെന്നായിരുന്നു കാലാവസ്ഥ മാറിയത്. പിന്നെ പെരുമഴക്കാലമായി. 40 ഡിഗ്രി തൊട്ടുനിന്ന ചൂട് 27.28 ഡിഗ്രി സെൽഷ്യസിലേക്ക് താണു. താപതരംഗത്തിനും താപനിലയ്ക്കും നൽകി വന്ന മുന്നറിയിപ്പുകൾ തീവ്ര മഴയ്ക്കുള്ള അലേർട്ടുകളായി മാറി. അത് വെറും 10 ദിവസം കൊണ്ട്. ഒരു തുള്ളി മഴയ്ക്ക് കാത്തിരുന്നവരുടെ മുന്നിലേക്ക് എത്തിയത് തോരാമഴ. തുള്ളിക്കൊരുകുടം പോലെ വാശി പിടിച്ചു മഴ പെയ്തു. കടലേറ്റം, മത്സ്യബന്ധന വിലക്ക്, മലയോരത്തേക്ക് രാത്രിയാത്രാ നിരോധനം, വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം തുടങ്ങി മലയോരത്തും തീരപ്രദേശങ്ങളിലും ദൈനംദിന ജീവിതത്തെ ബാധിക്കും വിധമാണ് മെയ് മാസത്തെ കാലാവസ്ഥ മാറിമറിഞ്ഞത്. ഈ മെയ് മാസം അവസാനിക്കും മുൻപ് കാലവർഷം കൂടി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതും പതിവിലും കനത്ത മഴക്കാലം. 2024 മെയ് മാസത്തിലെ തകിടം മറിഞ്ഞ കാലാവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? വരാനിരിക്കുന്ന പ്രകൃതിയുടെ സംഹാര താണ്ഡവമോ? നാടിനെ വീണ്ടും പ്രളയം വിഴുങ്ങുമോ? കൃത്യമായ ഉത്തരം സാധ്യമല്ലാത്ത വിധം സങ്കീർണമാണ് മൺസൂൺ. കേരളം വലിയൊരു ജലാശയമാണെന്ന് 2018-ലെയും 2019-ലെയും മഴക്കാലം പഠിപ്പിച്ചു. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ജലം പരന്നൊഴുകി. കേരളം വെള്ളത്തിൻ്റെ ഒറ്റപ്പാളിയായി. ശരാശരി കാലവർഷം പെയ്യുന്ന സമയങ്ങളിൽ പോലും ജാഗ്രത കാട്ടേണ്ട സംസ്ഥാനമാണ് കേരളം. ഡാമുകളിലെ സംഭരണ നില ജലാവർഷാവസാനത്തിന് മുൻപ് ഗണ്യമായി കുറച്ചില്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയുണ്ടായാൽ ഉടൻ നിറയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ചരിത്രം മറക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലാണ് നാം കൈക്കൊള്ളേണ്ടത്. ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളും പരിസ്ഥിതി സംരക്ഷണവും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ് ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. ദുരന്തം തുടർക്കഥയായാൽ അത് താങ്ങാനുള്ള കരുത്ത് ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് പാഠം.